ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ദളപതി വിജയ് നായകനായി വന്ന 2015 പുറത്തിറങ്ങിയ പുലി എന്ന സിനിമ എങ്ങനെ പരാജയപ്പെട്ടു എന്നതിനെക്കുറിച്ച് പറയാനാണ്. സോ വീഡിയോയിലേക്ക് പോവാം. 2015 ഒക്ടോബർ 1 പുലി എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത്. ദളപതി ഇതുവരെ ചെയ്യാത്ത ഒരു ഫാൻറ്റസി ആക്ഷൻ അഡ്വഞ്ചർ സിനിമയായിരുന്നു പുലി. അതുപോലെ തന്നെ പുലിൻ്റെ ട്രെയിലറും ടീസറും വന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ ഡീകോഡ് ചെയ്യപ്പെട്ട ഒരു സിനിമ കൂടിയായിരുന്നു അന്നത്തെ കാലത്ത് പുലി. സിനിമയുടെ ട്രെയിലറും ടീസറും വന്നതോടെ സിനിമയ്ക്ക് നല്ല രീതിക്കുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു. പടത്തിൻ്റെ ഹൈപ്പിൻ്റെ മെയിൻ കാരണം ആ ടൈമിൽ ടൈം ട്രാവൽ കോൺസെപ്റ്റ് കത്തി നിൽക്കുന്ന ടൈമായിരുന്നു. സിനിമയുടെ ട്രെയിലറിലും ടീസറിലും ദളപതി വിജയുടെ ലുക്ക് മുടി സൈഡെല്ലാം എടുത്ത് മിലിറ്ററി കട്ട് രീതിയിലൊക്കെ അടിച്ച് ന്യൂജൻ ലുക്കായിരുന്നു. ആക്ഷൻ അഡ്വഞ്ചർ സിനിമയിൽ ഇതുപോലെ ആർക്കും ലുക്ക് ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ യൂട്യൂബേഴ്സ് എല്ലാം പുലി എന്ന സിനിമ ഒരു ടൈം ട്രാവൽ സിനിമയാണെന്നും നമ്മുടെ സൈഡൊക്കെ എടുത്ത ആ ലുക്കുള്ള വിജയ് ടൈം ട്രാവൽ ചെയ്ത് ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്റ്റോറീസ് പറഞ്ഞിരുന്നു. എല്ലാവരും അതൊക്കെ പ്രതീക്ഷിച്ചാണ് സിനിമയ്ക്ക് പോയത്. എന്നാൽ പ്രതീക്ഷിച്ചതിനെല്ലാം വിപരീതമായിട്ടാണ് സിനിമയിൽ വന്നത്. പടത്തിൻ്റെ ആദ്യ ഷോ തൊട്ട് തന്നെ ഫുള്ള് നെഗറ്റീവ് റെസ്പോൺസ്. ചിമ്പുദേവൻ എന്നൊരു പുതുമുഖ സംവിധായകനായിരുന്നു പുലി സിനിമ ഡയറക്റ്റ് ചെയ്തത്. ഫസ്റ്റ് ഷോ തൊട്ട് തന്നെ നെഗറ്റീവ് റെസ്പോൺസ് കാരണം പടം ഓൾ ഏരിയ അട്ടർ ഫ്ലോപ്പായി മാറി. ദളപതി വിജയുടെ കരിയറിലെ തന്നെ അവസാനത്തെ ഫ്ലോപ്പായിരുന്നു പുലി എന്ന് പറയുന്ന സിനിമ. അതിനുശേഷം വിജയ് എന്ന നടൻ ഫ്ലോപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. റിവ്യൂ വൈസ് പടം ഡൗൺ ആണെങ്കിലും ബോക്സ് ഓഫീസ് വൈസ് പടം ഹിറ്റ് അടിച്ചിരിക്കും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതല്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരും അത് ആ രീതിയിൽ മാത്രം എടുക്കുക. പുലി എന്ന സിനിമയിൽ എനിക്ക് കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് ദളപതി വിജയുടെ സ്ക്രീൻ പ്രസൻസും അതുപോലെ തന്നെ BGMഉം നൈസായിരുന്നു. അതുപോലെ തന്നെ സോങ്സും അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ വിജയുടെ അച്ഛൻ ക്യാരക്ടറായിട്ടുള്ള പുലിവേന്ദ്രൻ്റെ സീൻസ്, ഇതൊക്കെയാണ് ഈ സിനിമയിൽ ബെസ്റ്റ് എന്ന് എടുത്ത് പറയാവുന്നത്. പിന്നെ പടത്തിൻ്റെ എഡിറ്റിംഗ് സൈഡും ടെക്നിക്കൽ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവറേജ് ആണ്, അതിന് മാത്രമൊന്നുമില്ല. സിനിമയുടെ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന സ്റ്റോറിയാണ്. ആക്ഷൻ അഡ്വഞ്ചർ ഫാൻറ്റസി സിനിമയിൽ മുടിയൊക്കെ സൈഡ് എടുത്ത നമ്മുടെ ന്യൂജൻ ദളപതിയുടെ പേര് മറുധീരൻ എന്താണ്. ഇവിടെ തന്നെ പടം മൊത്തത്തിൽ പോയി. ലോജിക്ക് എന്ന് പറഞ്ഞ സാധനമല്ല. ഫാൻറ്റസിയിൽ എവിടെയാണ് സൈഡൊക്കെ എടുത്തിട്ടുള്ള നായകൻ? സിനിമയിൽ ടോട്ടലി പരാമർശിക്കുന്നൊരു പേരാണ് വേതാളം. വേതാളം എന്ന് പറയുന്നത് ഒരു അസുരഗണമാണ്. ആ അസുരഗണത്തിൻ്റെ കീഴിലുള്ളൊരു ഗ്രാമമാണ് മറുധീരൻ്റെയും. അങ്ങനെ ഒരു ദിവസം മറുധീരൻ്റെ ഗ്രാമത്തിലേക്ക് വേതാളങ്ങൾ വരുന്നു. മറുധീരൻ ഇല്ലാത്ത സമയത്ത് കേട്ടോ. അങ്ങനെ വന്ന് മറുധീരൻ്റെ ഗ്രാമത്തിലുള്ള എല്ലാവരെയും അടിച്ചിട്ട് മറുധീരൻ്റെ കാമുകിയായിട്ടുള്ള പവിഴമല്ലിയെ, അതായത് ശ്രുതിഹാസനെ വേതാളക്കോട്ടയിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്നു. ഇതറിഞ്ഞ മറുധീരൻ കാമുകിയായിട്ടുള്ള പവിഴമല്ലിയെ രക്ഷിക്കാൻ പോകുന്ന മറുധീരൻ്റെ ഒരു യാത്രയാണ് പുലി എന്ന് പറയുന്ന സിനിമ. അങ്ങനെ മറുധീരൻ കാമുകിയായിട്ടുള്ള ശ്രുതിഹാസനെ രക്ഷിക്കാൻ വേണ്ടി പോവാൻ തയ്യാറെടുക്കുന്നു. അപ്പോഴാണ് സാധാരണ മനുഷ്യർക്കൊന്നും വേതാളക്കോട്ടയിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, നീയും വേതാളമായിട്ട് പോകണമെന്ന് ഒരു മൂപ്പൻ പറഞ്ഞ് ഒരു മരുന്ന് മറുധീരന് കൊടുക്കുന്നു. അപ്പോഴാണ് മറുധീരൻ ആ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ മറുധീരന് പറക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് ശക്തികൾ കിട്ടും. അപ്പോൾ ഈ വേതാളങ്ങൾക്കുള്ള പവറാണ്, വേതാളങ്ങളുടെ കണ്ണ് നീല കളറായിരിക്കും, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പല്ല് നീളും. പിന്നെ ഹൽക്കിനെയൊക്കെ പോലെ ഇവിടുന്ന് ചാടിയാൽ കുറച്ച് അപ്പുറത്ത് പോയി എത്താവുന്ന രീതിയിൽ ചെറിയ രീതിയിൽ പറക്കാൻ പറ്റുന്ന രീതിയിലുള്ള പവറൊക്കെ ഉണ്ട്. അങ്ങനെ മറുധീരൻ കണ്ണിൽ നീല മഷിയെല്ലാം എഴുതി വേതാളങ്ങളെ പോലെ വേഷം മാറി 2 കൂട്ടുകാരെയും കൂട്ടി വേതാളക്കോട്ടയിലേക്കുള്ള യാത്ര തുടരുകയാണ്, തൻ്റെ കാമുകിയായിട്ടുള്ള പവിഴമല്ലിയെ രക്ഷിക്കാൻ. അങ്ങനെ മറുധീരനും കൂട്ടുകാരും കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുള്ളന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുന്നു. അവിടെ വെച്ചിട്ടുണ്ടടാ പവിഴമല്ലിയായിട്ടുള്ള ദളപതിയുടെ ഒരു മാസ് ഡാൻസ്, അതും ശ്രുതിഹാസിൻ്റെ ഒരു നേവൽ ഡാൻസ്. കാമുകിയെ രക്ഷിക്കാൻ പോവുകയാണ്, എന്നിട്ട് അവിടെ വെച്ച് സ്വപ്നത്തിൽ കാമുകിയായിട്ടുള്ള ഐറ്റം ഡാൻസും. അങ്ങനെ കുള്ളന്മാർ ദളപതിനെ വേതാളക്കോട്ടയിലേക്ക് പോകാൻ സഹായിക്കാമെന്ന് പറയുന്നു. എന്നാൽ അതിനുള്ള വഴി അറിയുന്നത് ഒരാമയ്ക്കാണ്. അങ്ങനെ ദളപതി ആമയുടെ അടുത്ത് പോയി വഴി ചോദിക്കുന്നു. ആ ആമയുടെ VFX ഒക്കെ കിടിലനായിരുന്നു. അങ്ങനെ ദളപതിയും കൂട്ടുകാരും വഴിയെല്ലാം കണ്ടുപിടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാട്ടിൻ്റെ ഉടനൊരു സൗണ്ട് കേൾക്കുന്നു. അവിടെയാണ് നമ്മുടെ ഹൻസികേൻ്റെ എൻട്രി. ഹൻസികയൊക്കെ ശരിക്കും പറഞ്ഞാൽ അനാവശ്യ കാസ്റ്റിംഗ് ആയിരുന്നു, വെറുതെ കൊണ്ടുവന്ന് ഇട്ടേക്കാണ് ഒരു സോങ്ങിനും ചെറിയ സീൻസിനും വേണ്ടി. ഹൻസികനെ ഒരു കരിമ്പുലി ആക്രമിക്കുന്നു. ആ കരിമ്പുലിനെ ദളപതി അടിച്ചിട്ട് ഹൻസികനെ രക്ഷിക്കുന്നു. ആ കരിമ്പുലിനെ VFX ആയാലും നൈസായിരുന്നു. അവിടെ വെച്ച് നമ്മുടെ മെയിൻ വില്ലൻ കിച്ചാ സുദീപിൻ്റെ എൻട്രി, ഇൻ്റർവെൽ ബ്ലോക്ക്. അതോടെ ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് രീതിയിൽ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഹാഫ് ദളപതിയും കൂട്ടുകാരും വേതാളക്കോട്ടയിലെത്തുന്നു. അവിടെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള വേതാളത്തിൻ്റെ രാജ്ഞി
രാജ്ഞിയാണെ ഭയങ്കര മന്ത്രവാദിനിയാണ്. പെട്ടെന്ന് ഇവിടെ കണ്ട അവിടെ കാണൂല, അവിടെ കണ്ട ഇവിടെ കാണൂല, മൊത്തം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. കൈ നീളും, കാല് നീളും, തല നീളും, അങ്ങനത്തെ പല മാന്ത്രിക ശക്തിയുള്ള റാണിയാണ്. അങ്ങനെ വേതാളക്കോട്ടയിലെത്തുന്നു. വേതാളക്കോട്ടയിൽ വെച്ച് ഒരു ഇൻവെസ്റ്റിഗേഷനാണ് മറുധീരൻ്റെ. ആരെക്കുറിച്ച്? പവിഴമല്ലിയെക്കുറിച്ച്. പവിഴമല്ലിയെക്കുറിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴും അവിടെ മറുധീരൻ നമ്മുടെ ഹൻസികയായിട്ട് 2 സോങ്സ് കളിക്കുന്നുണ്ട്. ഒന്ന് മന്നവനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ്ങും അതിലുമാണെങ്കിൽ ഹൻസികൻ്റെ നേവൽ ഷോ. അത് കഴിഞ്ഞ് സൊട്ടവാല സൊട്ടവാല എന്ന് പറഞ്ഞൊരു സോങ്ങും ഉണ്ട്, അതിലും നേവൽ ഷോ. കാമുകിയെ രക്ഷിക്കാൻ പോയ മറുധീരൻ ഹൻസികൻ്റെ കൂടെ 2 സോങ്ങാണുള്ളത്. അതാ ഞാൻ പറഞ്ഞേ, മിസ്കാസ്റ്റാണ്. വെറുതെ സോങ്ങിന് വേണ്ടി മാത്രം ഹൻസികനെ കൊണ്ടുവന്നു. അങ്ങനെ കിച്ച സുദീപിന് റാണിക്കും വിജയ് വേതാളം തന്നെയാണോ എന്ന് ഡൗട്ട് വരുന്നു. അവർ 2 വേതാള പരീക്ഷണം വെക്കുന്നു. 2 വേതാള പരീക്ഷണത്തിലും വിജയണ്ണൻ ജയിക്കുന്നു. അപ്പോഴാണ് മെയിൻ ട്വിസ്റ്റ്. വിജയണ്ണനും ഒരു വേതാളമാണ്. പിന്നെ പറയണ്ടല്ലോ, വേതാളക്കോട്ടയുടെ VFX എല്ലാം നല്ല അലമ്പാണ്. നല്ല അലമ്പെന്ന് വെച്ചാൽ നല്ല അലമ്പാണ്. 2015 VFX ഒക്കെ പറ്റ ശോകം തന്നെയാണ്. അപ്പോഴാണ് ട്വിസ്റ്റ്. ആ വേതാളക്കോട്ടയിൽ വെച്ച് ഒരു മൂപ്പൻ വിജയണ്ണനെ കാണുകയും വിജയണ്ണനോട് പറയുകയും ചെയ്യും, നീ പുലിവേന്ദ്രൻ്റെ മകനാണ്. അപ്പോഴാണ് അച്ഛൻ്റെ ഫ്ലാഷ് ബാക്ക്. ആ ഫ്ലാഷ് ബാക്ക് കിടുവായിരുന്നു കേട്ടോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പുലിവേന്ദ്രൻ്റെ ഫ്ലാഷ് ബാക്ക് എനിക്ക് നല്ല രീതിയിൽ കണക്റ്റായി. അങ്ങനെ റാണിയായ ശ്രീദേവി തൻ്റെ അച്ഛൻ്റെ സഹോദരിയാണെന്നും തൻ്റെ അച്ഛനായ പുലിവേന്ദ്രനെ കൊന്നതും റാണിയെ മന്ത്രം കൊണ്ട് വശീകരിച്ച് ദുഷ്ടപ്രവൃത്തിയെല്ലാം ചെയ്യിപ്പിക്കുന്നതും കിച്ച സുദീപ് ആണെന്നുള്ള സത്യം മറുധീരൻ അറിയുന്നു. അങ്ങനെ മറുധീരൻ വേതാളമായിട്ട് കിച്ച സുദീപിനെ തീർക്കാൻ പോകുന്നു. അപ്പോഴാണ് വേറൊരു വേതാളം മറുധീരനെയും ഫ്രണ്ട്സിനെയും പിടികൂടുക. ഇവിടെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ലോജിക് മിസ്റ്റേക്ക്. മറുധീരൻ കണ്ണിൽ നീല കളർ അടിച്ചിട്ടായിരിക്കും വേതാളക്കോട്ടയിലേക്ക് തൻ്റെ ഗ്രാമത്തിൽ നിന്ന് പോവുക. അവിടുന്ന് മറുധീരൻ കണ്ണുന്നുണ്ടടാ ലെൻസ് എടുത്തൊരു വേതാളത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നു, പല്ലൂരി വേതാളത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. കണ്ണിലെ കളർ അടിച്ചത് ശരിക്കും പറഞ്ഞാൽ കഴുകി കളയണ്ടേ, ഇത് ലെൻസായി മാറി. ലോജിക്. ശരിക്കും മറുധീരന് പുലിവേന്ദ്രൻ്റെ ആ ഒരു മുടി വളർത്തിയിട്ടുള്ള ആ ഒരു ഹെയർ സ്റ്റൈൽ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചൊരു ലോജിക് ഉണ്ടായിരുന്നു. പുലിവേന്ദ്രൻ്റെ ആ ഒരു ലുക്ക് നൈസായിരുന്നു. അങ്ങനെ ക്ലൈമാക്സിൽ കിച്ച സുദീപുമായിട്ടുള്ള ഫൈറ്റ് കോറിയോഗ്രാഫി ഒക്കെ ആരാ ചെയ്തതെന്ന് അറിയില്ല. പടത്തിലുടനീളം 10 പൈസക്കില്ലാത്ത ഫൈറ്റാണ്. ഹിസ്റ്റോറിക്കൽ ഫൈറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു വാളുണ്ടെന്ന് മാത്രം, ബാക്കിയൊക്കെ കണക്കാണ്. ശരിക്കും ശ്രുതിഹാസനെ തട്ടിക്കൊണ്ട് പോയത് പൗർണമിയുടെ അന്ന് ബലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പൗർണമിയുടെ അന്ന് ബലി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റാണി ആയിട്ടുള്ള ശ്രീദേവിയുടെ പവർ കൂടും. പിന്നെ ക്ലൈമാക്സിൽ കിച്ച സുദീപിനെയും കൊന്ന് റാണിയായിട്ട് മറുധീരൻ്റെ ഫൈറ്റിൽ വെച്ച് റാണിയുടെ മാന്ത്രികത ഉണ്ട് മറുധീരൻ പൊട്ടിക്കുന്നു. കിച്ച സുദീപ് റാണിയുടെ മേത്ത് ചെയ്തു വെച്ച മന്ത്രഭൂതങ്ങളെല്ലാം റാണിയെ വിട്ടു പോകുന്നു. റാണി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ മറുധീരൻ തൻ്റെ കാമുകിയായിട്ടുള്ള പവിഴമല്ലിയെ രക്ഷിക്കുന്നു, റാണിയെ രക്ഷിക്കുന്നു. ലാസ്റ്റ് വേതാളക്കോട്ടയിലെ രാജകുമാരനായിട്ട് മറുധീരൻ സുഖമായി ജീവിക്കുന്നു. ദ എൻഡ്. ഇതോടുകൂടി പുലി സിനിമ കഴിഞ്ഞു. ഈ സിനിമ ഫ്ലോപ്പായതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. ആ ലെവല് അപരാധങ്ങളാണ് പണി വെച്ചിരിക്കുന്നത്. കോമഡീസ് പോലും ആ ലെവൽ അപരാധമായിരുന്നു. പിന്നെ നായകൻ്റെ ന്യൂജൽ ലുക്ക്, അതായിരുന്നു പടത്തിൻ്റെ മെയിൻ അപരാധം. സ്റ്റോറിയൊക്കെ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി ആണെങ്കിലും പോട്ടേന്ന് വെക്കാം, എന്നാൽ ചെയ്തു വെക്കുന്നൊരു ലോജിക്ക് വേണ്ടേ? ആ ലോജിക്കിലേലും കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പുലി സിനിമ കുറച്ചുകൂടി നന്നായേനെ. അപ്പോൾ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. So see you in the next video guys. Bye.